റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ആരോഗ്യം, ഷിപ്പിംഗ് അടക്കം 8 ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും റഷ്യയും. പുതിയ വ്യാപാര ദർശന രേഖയും ഇരു രാജ്യങ്ങളും പുറത്തിറക്കുകയും ചെയ്തു. പുടിൻ തന്റെ അടുത്ത സുഹൃത്താണ് എന്ന് മോദിയും ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടുവെന്ന് പുടിനും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. നമുക്ക് നോക്കാം ധാരണാപത്രത്തിൽ എങ്ങനെയാണ് ഒപ്പുവെച്ചത്, ഏതൊക്കെ മേഖലകളാണ് എന്ന് നമുക്ക് കൃത്യമായി തന്നെ ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് പരിശോധിക്കാം. അതായത് ധാരണാപത്രം ഒപ്പുവെച്ച് ഇന്ത്യയും റഷ്യയും, അത് ഏതൊക്കെ മേഖലകളാണ് നമുക്ക് കൃത്യമായി തന്നെ പരിശോധിക്കാം. ഒന്നാമതായി ഉള്ളത് ആരോഗ്യം, ഷിപ്പിംഗ്, റിയാക്ടറുകൾ, ആണവ പ്ലാന്റുകൾ. ആദ്യത്തെ 4 കഴിഞ്ഞു. അടുത്തതായി വരാൻ പോകുന്നത് അടുത്ത 4 വൈദ്യശാസ്ത്രം, കുടിയേറ്റം, കൃഷി, സൈനികം എന്നീ മേഖലകളിലാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ഇതിൽ പ്രധാനമായും ഇന്ന് അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് കൂടംകുളം പദ്ധതി പൂർത്തീകരിക്കാൻ റഷ്യ ഇന്ത്യയെ സഹായിക്കുമെന്നുള്ള ഒരു സുപ്രധാനമായ ഒരു പ്രഖ്യാപനം ഇന്ന് പുടിൻ നടത്തി. അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആണവ വൈദ്യുതി നിലയമായ തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ പദ്ധതി പൂർത്തിയാക്കാൻ റഷ്യ സന്നദ്ധമാണ് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് കൂടംകുളം ആണവ വൈദ്യുതി നിലയത്തിന്റെ കാര്യം പുടിൻ അറിയിച്ചത്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ ആണവ വൈദ്യുതി നിലയം സുപ്രധാന പങ്കു നിർവഹിക്കുമെന്ന് പുടിൻ പറയുകയുണ്ടായി. തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ വൈദ്യുതി നിലയത്തിലെ 6 WER-1000 റിയാക്ടറുകൾ സ്ഥാപിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതിന്റെ ആകെ ശേഷി എന്ന് പറയുന്നത് 6000 മെഗാവാട്ട് ആയിരിക്കും. ആദ്യത്തെ 2 റിയാക്ടറുകൾ 2013-ലും 2016-ലും വൈദ്യുതി ഗ്രിഡിലേക്ക് ബന്ധിപ്പിച്ചിരുന്നു. ബാക്കിയുള്ള 4 നിർമ്മാണത്തിലാണ്. റഷ്യ ദീർഘകാലാടിസ്ഥാനത്തിൽ ആണവ നിലയത്തിന് യുറേനിയം ഇന്ധനം നൽകുന്നുണ്ട്. 2024-ൽ, അതായത് കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച കരാർ പ്രകാരം 3-ാമത്തെയും 4-ാമത്തെയും റിയാക്ടറുകളുടെ മുഴുവൻ സേവന കാലയളവിലേക്കുമുള്ള ഇന്ധന വിതരണത്തിനായി റഷ്യയിൽ നിന്ന് മൊത്തം 7 വിമാന സർവീസുകളിലായി യുറേനിയം ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറഞ്ഞത്. മറ്റൊരു കാര്യമാണ് ഈ ടൂറിസ്റ്റ് വിസ ഉടൻ എന്നുള്ളത്. അതായത് റഷ്യക്കാർക്കായി ഈ ടൂറിസ്റ്റ് വിസ ഉടൻ ഇന്ത്യ പുറത്തിറക്കും. പുതിയതായി 2 റഷ്യൻ കോൺസുലേറ്റുകൾ തുറക്കും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. അപ്പോൾ പ്രേക്ഷകർ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിക്കും, ഡീകോഡ് ഉൾപ്പെടെ കുറേ തവണ ചർച്ച ചെയ്തതാണ് റഷ്യൻ ഇന്ധനം വാങ്ങുന്നത്, റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമായോ എന്ന്. അത് പുടിൻ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് എണ്ണ വാങ്ങിക്കൂടെ എന്ന് പുടിൻ ചോദിച്ചു. പുടിൻ അങ്ങനെ ചോദിക്കാനൊരു കാരണമുണ്ട് കേട്ടോ. അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാതിരിക്കാൻ ഇന്ത്യക്ക് മേൽ അമേരിക്ക ചെലുത്തുന്ന സമ്മർദ്ദത്തെ ചോദ്യം ചെയ്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യു എസിന് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങാമെങ്കിൽ ഇന്ത്യക്കും അതാകാമെന്നാണ് പുടിൻ പറയുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് അവകാശമുണ്ട് എന്നും പുടിൻ ആവർത്തിക്കുകയും ചെയ്തു. അമേരിക്ക ഇപ്പോഴും റഷ്യയിൽ നിന്ന് ആണവ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതേ അവകാശം ഇന്ത്യക്കും ഉണ്ട് എന്നാണ് പുടിൻ പറയുന്നത്. ഏതായാലും ഈ കൂടിക്കാഴ്ചയുടെ നിർണായകമായ തീരുമാനങ്ങളെടുത്ത 8 സുപ്രധാന മേഖലകളുമായുള്ള കരാറിൽ ഉൾപ്പെട്ട എണ്ണയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഏത് തലത്തിലായിരിക്കും അവർ തമ്മിലുള്ള ചർച്ചകൾ. മറ്റൊന്ന് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. യുക്രൈൻ ഏഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതെല്ലാം തരത്തിലാണ് മോദിയും പുടിനും തമ്മിൽ ചർച്ച ചെയ്തതെന്നൊക്കെ കൃത്യമായി തന്നെ പറയും. സജോ തോമസ്, ഡൽഹിയിൽ നിന്ന്. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇന്ന് പൂർത്തിയാകുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കുറെ കൂടി മെച്ചപ്പെട്ടു എന്നാണ് ഇരു രാജ്യങ്ങളുടെയും വിലയിരുത്തൽ. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ബന്ധം കുറെ കൂടി തലങ്ങളിലേക്ക് മാറുകയാണ്. 8 MOUകളാണ് ഇന്ന് സൈൻ ചെയ്തിരിക്കുന്നത്. ഈ ധാരണാപത്രങ്ങളിലൂടെ ആരോഗ്യം, അതോടൊപ്പം തന്നെ തൊഴിൽ, മറ്റു വികസന മേഖലകളിലേക്ക് ഒതുങ്ങുന്ന തരത്തിലേക്കുള്ള വലിയ മാറ്റങ്ങളാണ് പ്രധാനമായിട്ട് ഇന്ത്യയും അതോടൊപ്പം തന്നെ റഷ്യയും മുൻപോട്ട് വെച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ആരോഗ്യം, രാസവളം, ഷിപ്പിംഗ്, വാർത്താവിനിമയം, അതോടൊപ്പം തന്നെ കുടിയേറ്റം അടക്കമുള്ള മേഖലകളിൽ വൻതോതിലുള്ള മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. 2030ഓടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ 100 ബില്യന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യപടി എന്ന വണ്ണമാണ് 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ
പുടിനും ഇന്ത്യൻ ദർശന രേഖ ഇന്നിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ മുൻപോട്ട് വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആഗോള സമാധാനം അടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങൾ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ ഭീകരവാദത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിലെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്നും അതോടൊപ്പം തന്നെ റഷ്യ ഉക്രൈൻ വിഷയം സമാധാനത്തോടുകൂടി പരിഹരിക്കണമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കാര്യം ഇപ്പോൾ നിലവിലുള്ള സമാധാന അന്തരീക്ഷം തുടരണമെന്നും 21-ാം നൂറ്റാണ്ട് സമാധാനത്തിന്റെ നൂറ്റാണ്ടാണ്, യുദ്ധത്തിന്റെ നൂറ്റാണ്ടല്ല. ഇന്ത്യ എപ്പോഴും ഒപ്പം നിൽക്കുന്നത് സമാധാന പക്ഷത്താണ്. അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വമായിരിക്കണം എല്ലാ രാജ്യങ്ങളുടെയും മുഖമുദ്ര. അതിന് കൃത്യമായിട്ട് എല്ലാ രാജ്യങ്ങളുടെയും ഒത്തൊരുമിച്ചുള്ള മുൻപോട്ട് പോക്കാണ് ആവശ്യമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധം കുറെ കൂടി ദൃഢപ്പെട്ടു എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഏത് ആവശ്യങ്ങളും, പ്രത്യേകിച്ച് ഇന്ധന ആവശ്യങ്ങളടക്കമുള്ളവയിൽ, അതോടൊപ്പം ആണവ റിയാക്ടറുകൾ, ചെറിയ ആണവ റിയാക്ടറുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്ന് ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഇന്ത്യക്കായി ചെറു ന്യൂക്ലിയർ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി റഷ്യ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടുകൂടി തന്നെ നമുക്കറിയാം ഇന്ത്യയും അമേരിക്കയും, പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവ ഇനത്തിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയിട്ടുള്ള ചില വലിയ തോതിലുള്ള നിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ ചില ഭീഷണികളുണ്ട്. ഈ ഭീഷണികളെ മറികടക്കാൻ വേണ്ടി ഇന്ത്യയുടെ മുൻകാല സുഹൃത്തായിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്കാലത്തെയും സുഹൃത്തായിരിക്കുന്ന റഷ്യയുടെ ഒപ്പം ചേർന്നുകൊണ്ട് നിലനിൽക്കുക, അല്ലെങ്കിൽ കുറെ കൂടി തലങ്ങളിലേക്ക് ഒരു ഉഭയകക്ഷി ബന്ധം വളർത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇന്ത്യ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ രണ്ട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് റഷ്യൻ പൗരന്മാർക്കായി ഇന്ത്യയിലേക്ക് ഈ വിസ, അതായത് ഈ ടൂറിസ്റ്റ് വിസ ഉടൻ തന്നെ പ്രാവർത്തികമാക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ 2 കോൺസുലേറ്റുകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും പ്രധാനമന്ത്രി ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതായത് ഈ തലങ്ങളിലൂടെ കുറെ കൂടി റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8 വ്യാപാര കരാറുകൾ, പ്രത്യേകിച്ച് ഈ വ്യാപാരങ്ങൾ ഇനിയും കുറെ കൂടി തലങ്ങളിലേക്ക്, അതായത് വൊക്കേഷണൽ രീതിയിലേക്ക്, അതായത് തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള രീതിയിലേക്ക് ഇരു രാജ്യങ്ങളുടെയും വ്യാപാര ബന്ധം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഡൽഹിയിൽ നടന്നതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പറഞ്ഞത്.